ഇന്നത്തെ വീഡിയോയിൽ ഗംഗാ നദിയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി നദി ആൻസർ ഗംഗയാണ്. അതുപോലെ ഗംഗ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2500 കിലോമീറ്റർ നീളമാണ് ഗംഗയ്ക്കുള്ളത്. ചില ബുക്കുകളിൽ നോക്കിയാൽ 2525 കിലോമീറ്റർ, 2510 കിലോമീറ്റർ പല ലെന്തും കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് 2500 കിലോമീറ്റർ എന്ന് പറയുകയാണ്. ഗംഗയുടെ നീളം 2500 കിലോമീറ്റർ. അതുപോലെ ഇന്ത്യയിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടി നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടി നദി ഏതാണ്? ഗംഗയാണ്. അതുപോലെ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥിയും അളകനന്ദയും ചേർന്ന് ഗംഗാനദിയായിട്ട് മാറുകയാണ്. ഭഗീരഥിയും അളകനന്ദയും കൂടി ഒന്നിച്ച് എന്തായിട്ട് മാറും? ഗംഗാനദിയായിട്ട് മാറുകയാണ്. അതുപോലെ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലുള്ള ഗായ്മുഖ് ഗുഹകളിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ഗംഗാനദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഗാ ശുചീകരണ പദ്ധതി നമാമി ഗംഗയാണ്. 2014 ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതി ആരംഭിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയാണ്. അതുപോലെ ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമായ മഹാത്മാഗാന്ധി സേതു എവിടെയാണ്? ഗംഗാ നദിയിലാണ്. അതെവിടെയാണ്? ബീഹാറിലെ പാട്നയിലാണ്. അതുപോലെ തന്നെ ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ ഹരിദ്വാർ, വാരണാസി, പാട്ന തുടങ്ങിയ പ്രമുഖ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗംഗാതീരത്താണ്. അതുപോലെ തന്നെ ഗംഗാതീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം എന്ന് പറഞ്ഞാൽ കാൺപൂരാണ്. കാൺപൂർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തരേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്? കാൺപൂർ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗാനദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ഗംഗാനദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഈ യമുന. ഏതാണ്? യമുന. യമുനയെ കൂടാതെ കോസി, ദാമോദർ, അളകനന്ദ തുടങ്ങിയവയൊക്കെ ഗംഗയുടെ മറ്റ് പോഷക നദികളാണ്. അതുപോലെ ഗംഗാനദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഗാനദി ഒഴുകുന്നത് കിഴക്കോട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗംഗ എവിടെയായിരിക്കും പതിക്കുന്നത്? എവിടെയാണ് ഗംഗാനദി പതിക്കുന്നത്? പശ്ചിമ ബംഗാളിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതുപോലെ ഗംഗാനദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗംഗാനദിക്ക് നമ്മുടെ ഭാരത സംസ്കാരം നൽകിയിരിക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലും മഹാഭാരതത്തിലൊക്കെ ഗംഗയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഗ ഭഗീരഥ മഹർഷി യുഗങ്ങളോളം തപസ് ചെയ്താണ് ദേവലോകത്തുകൂടി ഒഴുകിയിരുന്ന ഗംഗയെ ഭൂമിയിലെത്തിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗയുടെ ഉത്ഭവം ശിവന്റെ ജടയിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. എന്തു തന്നെയായാലും ഗംഗയ്ക്ക് നമ്മുടെ ഭാരതത്തിലുള്ള സ്ഥാനം, ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ്. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗംഗയാണ്. ഗംഗ പതിക്കുന്ന എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു.